കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ചാടിപ്പോയി. ഇളമാട് സ്വദേശി അബിൻ ദേവാണ് ഓടി രക്ഷപ്പെട്ടത്. പോക്സോ കേസിൽ ജാമ്യം ലഭിക്കാതെ വന്നതോടെ ഇയാൾ കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു സംഭവം? രമ്യ, അല്പസമയം മുന്നേയായിരുന്നു. കോടതി നടപടികൾക്ക് ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. കൊട്ടാരക്കര കോടതിയിൽ നിന്നാണ് ഈ പോക്സോ കേസ് പ്രതി ചാടിപ്പോവുകയായിരുന്നു. ഇളമാട് സ്വദേശിയായ അബിൻ ദേവാണ് ഓടി രക്ഷപ്പെട്ടത്. ഇത് സംഭവം ഇങ്ങനെയാണ്. 2024 ഈ അബിൻ ദേവിനെതിരെ ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളിപ്പോൾ വിചാരണ തടവുകാരനാണ്. വിചാരണ കാലയളവിൽ തന്നെ നിരവധി തവണ ഈ കോടതിയിൽ ഹാജരാകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഇയാൾക്ക് ഹാജരായില്ല. ഇയാൾക്ക് പകരമായിട്ട് വക്കീലും ഹാജരാകാതെ വന്നതോടുകൂടി വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. നിലവിൽ വാറണ്ട് ഉള്ള ഈ പ്രതി മറ്റൊരു വക്കീലുമായിട്ട് ഇന്ന് കോടതിയിൽ ഹാജരായ സമയത്തായിരുന്നു കോടതി ജാമ്യം റദ്ദാക്കുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. റിമാൻഡ് ചെയ്ത കോടതി ഉടൻ തന്നെ ഇയാളെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതോടുകൂടി പ്രതി പിന്നിലേക്ക് മാറുകയും തുടർന്ന് പടവുകൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൊട്ടാരക്കര കോടതിയിലാണ്, ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. അരിയ ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വൻ സൈബർ തട്ടിപ്പ് സംഘം പിടിയിൽ. ഓപ്പറേഷൻ സ്വയ് ഹണ്ടിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിനിടെയാണ് പ്രതികൾ കുടുങ്ങിയത്. കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകണമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവേലാദിത്യ പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായത്. ഏലൂർ സ്വദേശി അഭിഷേക് ബിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്നും ഇന്നലെ മാത്രം പിൻവലിച്ചത് 6 ലക്ഷത്തിലേറെ രൂപയാണ്. അഭിഷേക്, ഹാഫിസ് എന്നിവർ തൃക്കാക്കരയിലെ കോളേജ് വിദ്യാർത്ഥികളുമാണ്. ഓൺലൈൻ ഗെയിമിലൂടെ പണം ലഭ്യമാക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ സമീപിക്കുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. നമുക്ക് കുറെ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൌണ്ടിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൌണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൌണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ആ അക്കൌണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറെ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൌണ്ടുകൾ ഏൽപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ അക്കൌണ്ടുകൾ ദുബായിലേക്കാണ് കൈമാറിയത്. വിദ്യാർത്ഥികളെയും തട്ടിപ്പ് സംഘത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമ്പാവൂർ സ്വദേശിക്കായി അന്വേഷണം ഊർജിതമാക്കി. തട്ടിപ്പിനായി കൊച്ചിയിൽ മാത്രം കണ്ടെത്തിയത് 300 അക്കൌണ്ടുകളാണ്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം പിൻവലിച്ചു നൽകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മീഷൻ ലഭിക്കും. കോളേജുകൾ കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. കൂടുതൽ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല ഇവർ ഇത്തരത്തിലുള്ള അവർ കൊടുക്കുന്ന അക്കൌണ്ടുകൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതുപോലെ അക്കൌണ്ട് എടുത്തു കൊടുക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണമെന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഓപ്പറേഷൻ സൈഹണ്ടിൽ ഇന്നലെ മാത്രം 263 പേരാണ് സംസ്ഥാനത്ത് അറസ്റ്റിലായത്. 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കൊച്ചി.